My dear students, let's come to our class. നമുക്കപ്പോൾ നമ്മുടെ ക്ലാസ് തുടങ്ങാം. നമ്മൾ മാക്സിമം ആൻഡ് മിനിമം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നോക്കി ഡെറിവേറ്റീവ്സിൻ്റെ അതിന് നമ്മൾ ഓരോ എക്സാമ്പിൾ ഓരോ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ചെയ്തു. ഇറ്റ്സ് ഇനഫ്. അതേ കാര്യം തന്നെ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. പക്ഷേ എങ്കിലും നമുക്ക് ഇക്കണോമിക്സിൽ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കേസുകൾ മാക്സിമം ആൻഡ് മിനിമം. ഇപ്പം നമ്മൾ നോക്കിയത് ഒരു ഒറ്റ വേരിയബിളിൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുള്ള ഒരു ഫംഗ്ഷൻ്റെ കേസ് അങ്ങനെയാണ് നോക്കിയത്. y is f of x ആണ് നോക്കിയിരിക്കുന്നത്. അതിൻ്റെ ഡിഫറൻഷിയേഷനൊക്കെ നമ്മൾ നോക്കിയത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള മാക്സിമം ആൻഡ് മിനിമയുടെ ആപ്ലിക്കേഷൻ നമ്മൾ നോക്കി, എങ്ങനെയാണ് വരിക, അതിൻ്റെ കണ്ടീഷൻസ് എന്താണെന്ന് നോക്കി. പിന്നെ അത് കണ്ടുപിടിക്കുന്നതിനുള്ള രണ്ട് പ്രോബ്ലവും നമ്മൾ ഡീൽ ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അതേ ആപ്ലിക്കേഷൻ ഇക്കണോമിക്സിൽ വരുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഫംഗ്ഷൻസും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. അതിൻ്റെ കൂടെ പ്രോബ്ലംസ് നോക്കിയിട്ട് നമുക്ക് അടുത്ത പോർഷനിലേക്ക് നീങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇത് ശരിക്കും ആക്ച്വലി ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് ആണ്. മാക്സിമം എന്ന് പറയുന്നത് മിനിമം എന്ന് പറയുന്നത് ഒപ്റ്റിമൈസേഷൻ ആണ്. നമുക്കറിയാം അത് രണ്ടും നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കേസാണ്. കാരണം നമ്മൾ ഏതൊരു ഇക്കണോമിക് ഏജൻറ്റ് എടുത്തു കഴിഞ്ഞാലും ആ ഒരു ഇക്കണോമിക് ഏജൻറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്, ഇക്കോണമിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ഏജൻസിൻ്റെയും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒപ്റ്റിമൈസേഷനാണ്. ഒന്നുകിൽ മാക്സിമൈസേഷൻ ആയിട്ട് വരും, അല്ലെങ്കിൽ മിനിമൈസേഷൻ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഡീൽ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്ന ഏജൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ആരൊക്കെയാണ് വരിക, കൺസ്യൂമറും പ്രൊഡ്യൂസറും അല്ലേ. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും കേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവരെല്ലാം ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ടാണ് നിൽക്കുക. കൺസ്യൂമറിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും യൂട്ടിലിറ്റിയുടെ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ്റെ മാക്സിമൈസേഷനാണ് കൺസ്യൂമർ ഒബ്ജക്റ്റീവായിട്ട് വയ്ക്കുക എന്ന് പറയും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എയിം നമുക്ക് പറയാൻ പറ്റും എക്സ്പെൻഡിച്ചർ മിനിമൈസേഷനാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി കിട്ടുക എന്നുള്ളതാണ് കൺസ്യൂമറിൻ്റെ ആവശ്യം. കൺസ്യൂമറിൻ്റെ ഒബ്ജക്റ്റീവ് നോക്കുമ്പോൾ അത് നമ്മൾ പറഞ്ഞത് നമുക്ക് ഒന്നുകിൽ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ അല്ലെങ്കിൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതായിട്ടോ, അല്ലെങ്കിൽ നേരെ തിരികെ എങ്ങനെ എടുക്കാം, എക്സ്പെൻഡിച്ചർ മിനിമൈസേഷനായിട്ട് എടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇനി നമ്മളൊരു ഫേമിൻ്റെ കേസ് എടുത്താലോ, ഫേമിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഫേമിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്കെപ്പോഴും മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് എടുക്കാം. അല്ലെ അതിനെ തന്നെ നമുക്ക് എങ്ങനെ ഒബ്സർവ് ചെയ്യാം, ഒരു മിനിമൈസേഷനായിട്ട് ഒബ്സർവ് ചെയ്യാം. മിനിമം കോസ്റ്റ് എത്തുമ്പോഴാണ് മാക്സിമം പ്രോഫിറ്റ് വരിക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് ഒരു ഇക്കണോമിക് ഡിസിഷൻ മേക്കറിൻ്റെ ഒബ്ജക്റ്റീവ്, മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒപ്റ്റിമൈസേഷനാണ്. അപ്പോൾ നമുക്ക് 3 കേസാണ് നമ്മൾ താഴോട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് വരുന്ന കേസുകൾ എന്ന് പറയുന്നത് ഒന്ന് മാക്സിമം റവന്യൂ ആണ്. മാക്സിമം റവന്യൂവിൻ്റെ കണ്ടീഷൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം മാക്സിമം പറയുമ്പോൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 0യും അതാണ് ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് നെഗറ്റീവ് വരണം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മാക്സിമം റവന്യൂവിൻ്റെ കണ്ടീഷൻസ് ആണ് കൊടുത്തിരിക്കുക. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് dr by dx is equal to 0, അതായത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് f dash x is equal to 0, ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ is that സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് d square r by dx square is less than 0, that is f double dash x is negative. അതാണ് മാക്സിമം റവന്യൂവിൻ്റെ കണ്ടീഷൻ. ഇനി മിനിമം കോസ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ മിനിമത്തിൻ്റെ കണ്ടീഷൻ പറയുന്നു, ഇവിടെ കോസ്റ്റ് വെച്ചിട്ട് നമ്മൾ പറയുന്നു. കണ്ടീഷൻസ് പറയുമ്പോൾ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ എന്ന് പറയുന്നത് dc by dx is equal to 0. കോസ്റ്റ് ഫംഗ്ഷൻ്റെ എഫ് ഡാഷ് എക്സ് അല്ലെങ്കിൽ ഡി സി ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇനി മിനിമം ആയതുകൊണ്ട് സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്താണ്, ഡി സ്ക്വയർ സി ബൈ ഡി എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0, അതായത് പോസിറ്റീവ് ആയിരിക്കണം. അത് രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി കോമൺ ആയിട്ട് വരുന്ന ഒരു കേസും കൂടെ നമ്മൾ പറഞ്ഞിരിക്കുന്നു, മാക്സിമം പ്രോഫിറ്റ്. അവിടെ മാക്സിമം ആണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ പ്രോഫിറ്റിന് നമ്മൾ പൈ എന്നുള്ള സിമ്പിൾ കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ നമ്മൾ എഴുതിയിരിക്കുന്നു എന്താണ്, ഡി പൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ വരുമ്പോൾ ഡി സ്ക്വയർ പൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ലെസ് ദാൻ 0 അല്ലെങ്കിൽ നെഗറ്റീവ് വരണം. അതാണ് സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇക്കണോമിക്സിൻ്റെ നമ്മളല്ലാണ്ട് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് നോക്കിയെങ്കിലും നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കേസുകളും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ ഓഫ് എ ഫേം ഈസ് ഗിവൺ ബൈ r ഈസ് ഈക്വൽ ടു 21x മൈനസ് എക്സ് സ്ക്വയർ വേർ എക്സ് ഈസ് ഔട്ട്പുട്ട്. ഫൈൻഡ് ദി ഔട്ട്പുട്ട് അറ്റ് വിച്ച് ദ ടോട്ടൽ റവന്യൂ ഈസ് മാക്സിമം. അപ്പോൾ റവന്യൂ മാക്സിമൈസേഷൻ്റെ കേസാണ് നമുക്ക് ചോദിച്ചിരിക്കുക. റവന്യൂ നമുക്കിവിടെ നേരിട്ട് തന്നിട്ടുണ്ട്. നേരത്തേക്കുള്ള പ്രോബ്ലം നമ്മൾ ചെയ്തപ്പോൾ റവന്യൂ നമ്മൾ കണ്ടുപിടിക്കായിരുന്നു. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. റവന്യൂ തന്നിട്ടുണ്ട്. 21x മൈനസ് എക്സ് സ്ക്വയർ ആണ് തന്നിരിക്കുക. നമ്മൾ റവന്യൂ ഫംഗ്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. റവന്യൂ ഗിവൺ ആസ് 21x മൈനസ് എക്സ് സ്ക്വയർ. നമുക്കറിയാം ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 0 മാക്സിമം ആണെങ്കിലും മിനിമം ആണെങ്കിലും ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 0 വേണമെന്നാണ്. പിന്നെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വരും, അത് കാണണം. അത് കാണുമ്പോൾ എപ്പോഴും മാക്സിമം ആണ് വേണ്ടെങ്കിൽ നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണാം.
ഇവിടെ രണ്ട് ടേം ഉണ്ട്. രണ്ട് ടേം ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ടേമിനെ നമുക്ക് കോൺസ്റ്റന്റ് ഇൻറ്റു വേരിയബിൾ ടേമിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 21 ഇൻറ്റു വേരിയബിളിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ dx/dx വരും. അത് 1 ആയിട്ട് പോകും. 21 ഇൻറ്റു 1 21 കിട്ടി. മൈനസ് അടുത്ത ടേം നോക്കുമ്പോൾ x സ്ക്വയർ. ഓക്കെ, അവിടെ പ്രത്യേക കോൺസ്റ്റന്റ് ഇല്ല. നമ്മൾ പവർ റൂൾ അപ്ലൈ ചെയ്യുന്നു. x⁻n ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ n ഇൻറ്റു x⁻n - 1 ആണ്. 2 ഇൻറ്റു x⁻2 - 1 2 ഇൻറ്റു x⁻1 2x വരും. അതാണ് 21 - 2x കിട്ടിയിരിക്കുന്നത്. ഇനി സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കൂടെ കാണാം. ഇതിനെ വീണ്ടും നമ്മൾ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ രണ്ട് ടേമാണ്. ഫസ്റ്റ് ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 21 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് 0 ആയിട്ട് ഈ ടേം അങ്ങ് പോകും. പിന്നെ അടുത്ത ടേം -2x ആണ്. -2xനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ഇൻറ്റു വേരിയബിൾ വരും. -2 ഇൻറ്റു വേരിയബിൾ ടേമിനെ എടുക്കുമ്പോൾ dx/dx ആണ് വരിക. dx/dx എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പോൾ -2 ഇൻറ്റു 1 -2 മാത്രം വരും. ഇപ്പോൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അത് <0 അല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുക. നേരത്തെ നമ്മൾ ചെയ്ത കേസുകളിലൊക്കെ ഇതിനകത്ത് എക്സ് ഉണ്ടാവും. നമ്മൾ ഇത് =0 ഇട്ട് എക്സ് സോൾവ് ചെയ്ത് വാല്യൂ കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ച വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇത് പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെ ആകുക. പക്ഷേ ഈ കേസിൽ നേരിട്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടിട്ട് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഓൾറെഡി തന്നെ അതെന്താണ്, നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഫംഗ്ഷൻ മാക്സിമത്തിലാണെന്ന്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം നമ്മൾ നോക്കുന്നത് നേരെ ചെയ്ത പോലെ തന്നെ ചെയ്യും. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിനെ =0 ഇട്ട് എക്സിന്റെ വില കണ്ടാൽ മതി. കാരണം ഇവിടെ നമുക്ക് കമന്റ് ചെയ്യാൻ പറ്റും dr/dx 21 - 2x വന്നു കഴിഞ്ഞാൽ d²r/dx² -2 <0 അല്ലെങ്കിൽ നെഗറ്റീവ് ആണ് വന്നിരിക്കുക. അതുകൊണ്ട് നമ്മൾ പറയുന്നു സോ റവന്യൂ ഈസ് അറ്റ് മാക്സിമം വെൻ 21 - 2x ദാറ്റ് ഇസ് dr/dx = 0. ഓക്കെ, ഇനി നമ്മൾ ഇത് =0 ഇട്ടു. അപ്പോൾ 21 - 2x = 0 എന്ന് പറയുമ്പോൾ -2x മാത്രം ഈ സൈഡിലിട്ടു. ഈ +21 അപ്പുറത്ത് പോകുമ്പോൾ -21 ആകും. ഇനി എക്സ് കാണുമ്പോൾ രണ്ടും മൈനസ് ആണ്. അപ്പോൾ നമുക്ക് ആ മൈനസ് അങ്ങ് കളയാം. അല്ലെങ്കിൽ -21/-2 വരും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. രണ്ട് സൈഡിലെ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ഓൾറെഡി നമുക്ക് നെഗറ്റീവിനെ ഒഴിവാക്കിക്കൊണ്ട് ട്രീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ x -21/-2 വരും. രണ്ടും മൈനസ് ആണ്. അപ്പോൾ നമുക്ക് വാല്യൂ 10.5 കിട്ടി. അപ്പോൾ നമ്മൾ കമന്റ് ചെയ്തു ദാറ്റ് ഈസ് റവന്യൂ ഈസ് മാക്സിമം വെൻ ഔട്ട്പുട്ട് ദാറ്റ് ഈസ് x 10.5 യൂണിറ്റ്സ് എന്ന് കമന്റ് ചെയ്തു. ഇനി നമുക്ക് മാക്സിമം റവന്യൂ എത്രയായിരിക്കും എന്നും കൂടെ കാണാം. കാരണം ഇവിടെ റവന്യൂ മാക്സിമത്തിലാകുന്നത് ഔട്ട്പുട്ട് അല്ലെങ്കിൽ x 10.5 യൂണിറ്റ് ആകുമ്പോഴാണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എക്സിന്റെ ഈ പർട്ടിക്കുലർ വാല്യൂ നമ്മൾ റവന്യൂ ഫംഗ്ഷനിലേക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം റവന്യൂ എത്രയാണെന്നും കൂടെ കാണാം. അതിലേക്ക് വരാം. മാക്സിമം റവന്യൂ = അപ്പോൾ റവന്യൂ ഫംഗ്ഷൻ ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് 21x - x² ആണ് വില. ഇവിടെ എക്സിന്റെ വില നമ്മൾ കണ്ടുപിടിച്ച 10.5 ആണ്. അത് കൊടുക്കുമ്പോൾ 21 × 10.5 - 10.5 ഹോൾ സ്ക്വയർ വരും. 21 × 10.5 എന്ന് പറയുന്നത് 220.5 വരും. -10.5ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 110.25 വരും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 110.25 എന്ന് കിട്ടി. അതായത് മാക്സിമം റവന്യൂ ഈ കേസിലെ 110.25 ആയിരിക്കും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രോബ്ലം തീർന്നു. സോ ലെറ്റ്സ് കം ടു എ സെക്കൻഡ് പ്രോബ്ലം. അതിന്റെ ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് കോസ്റ്റ് ഫംഗ്ഷൻ പെർ വീക്ക് ഓഫ് എ മോണോപോളിസ്റ്റ് ഇസ് ഗിവൺ ആസ് 4x² - 80x + 500. കോസ്റ്റ് ഫംഗ്ഷൻ ഒന്നുകൂടെ വായിക്കാം. 4x² - 80x + 500 എന്നാണ് തന്നിരിക്കുന്നത്. ഹൗ മെനി യൂണിറ്റ്സ് പെർ വീക്ക് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ടു ഹാവ് മാക്സിമം കോസ്റ്റ്. ഒരു ആഴ്ചയിലെ കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി മിനിമം കോസ്റ്റ് വേണം. മിനിമം കോസ്റ്റിൽ പ്രൊഡക്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ ഫേം ഒരാഴ്ചയിൽ എത്ര യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് കാണാൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഫംഗ്ഷൻ എടുത്ത് എഴുതി. c = 4x² - 80x + 500 അത് എടുത്ത് എഴുതി. ഓക്കെ, നമുക്കിനി അറിയാം ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് നമ്മൾ കാണണം, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണണം. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണുമ്പോൾ 3 ടേം ഉണ്ട്. 3നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ആദ്യത്തെ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോൺസ്റ്റന്റ് ഇൻറ്റു വേരിയബിളിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു പിന്നെ x² ഡെറിവേറ്റീവ് കാണാം. x² ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ പവർ റൂൾ x⁻n ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ n × x⁻n - 1 അത് ചെയ്യുമ്പോൾ 2 ഇൻറ്റു x⁻2 - 1 അതായത് 2 ഇൻറ്റു x⁻1 അല്ലെങ്കിൽ 2x വരും. അപ്പോൾ 4 ഇൻറ്റു 2x ചെയ്യുമ്പോൾ നമുക്ക് 8x വന്നു. മൈനസ് അടുത്ത ടൈം എടുക്കുമ്പോൾ 80x ആണ്. അവിടെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 80 ആണ്. 80 ഗുണം എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dx/dx 1 ആയിട്ട് പോയി. അപ്പോൾ 80 × 1 വരുന്നതുകൊണ്ട് 80 വന്നപ്പോൾ അത് കൊടുത്തു. പിന്നെ ലാസ്റ്റ് ടേമിൽ ഒരു കോൺസ്റ്റന്റ് ടേം മാത്രമേ ഉള്ളൂ. അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഇല്ല. റേറ്റ് ഓഫ് ചേഞ്ച് 0 ആണ്. അപ്പോൾ ആ ടേം പോയി. അപ്പോൾ നമുക്ക് വരുന്നത് 8x - 80 അതാണ് dc/dx കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതിൽ നിന്ന് നേരിട്ട് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് d²c/dx² കാണും. അതായത് dc/dxനെ നമ്മൾ വീണ്ടും എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 ടേം ഉണ്ട്. ഫസ്റ്റ് ടേമിനെ ചെയ്യുമ്പോൾ 8 × x കോൺസ്റ്റന്റ് 8 ഇൻറ്റു വേരിയബിൾ ടേം എന്ന് പറയുമ്പോൾ dx/dx വരും. അത് 1 ആണ്. അപ്പോൾ 8 × 1 നമുക്ക് ആൻസറിൽ 8 വരും. ഇനി അടുത്ത ടേം -80 ആണ്. -80 എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ. റേറ്റ് ഓഫ് ചേഞ്ച് 0 ആയിട്ട് പോയി.
അപ്പോൾ അവിടെ ഒന്നും ശേഷിക്കുകയില്ല. നമുക്ക് ഡി സ്ക്വയർ സി ബൈ ഡി എക്സ് സ്ക്വയർ ഇവിടെ എത്ര കിട്ടുന്നു? 8 എന്ന് കിട്ടുന്നു. 8 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് പോസിറ്റീവ് ആണ് നമ്മൾ കാണിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ നേരത്തെ പറയുന്ന പോലെ നമ്മൾ എക്സിന്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്ട് തന്നെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടിട്ട് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണുമ്പം ഇവിടെ ഓൾറെഡി പോസിറ്റീവായിട്ട് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടാണ് വന്നിരിക്കുക. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഫംഗ്ഷൻ എവിടെയായിരിക്കും? ഫംഗ്ഷൻ മിനിമത്തിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സോ കോസ്റ്റ് ഈസ് അറ്റ് മിനിമം 8x - 80, ദാറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് അല്ലെങ്കിൽ ഡി സി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ 8x - 80 ഈക്വൽ ടു 0 ഇട്ട് സോൾവ് ചെയ്ത് നമ്മൾ എക്സിന്റെ വില കാണും. അപ്പോൾ അതിലേക്ക് വരാം നമുക്ക്. ഓക്കെ, അപ്പോൾ അത് ചെയ്തു. 8x - 80 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പം 8x മാത്രം ഈ സൈഡിൽ എടുക്കുകയാണെങ്കിൽ -80 അപ്പുറത്ത് പോകുമ്പോൾ +80 ആയി. അപ്പോൾ എക്സിന്റെ വാല്യൂ 80/8 10 ആകും. അപ്പോൾ നമ്മൾ കമന്റ് ചെയ്തു കോസ്റ്റ് ഈസ് മിനിമം വെൻ ഔട്ട്പുട്ട് ഈസ് 10 യൂണിറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണണം? മിനിമം കോസ്റ്റ് കാണണം. സോറി, ഞാനിവിടെ മിനിമം 6 എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് തുടക്കത്തിൽ. അത് ഞാൻ കറക്റ്റ് ചെയ്യാം കേട്ടോ. മിനിമം 6 അല്ല, നമ്മളിവിടെ കണ്ടിരിക്കുന്ന മിനിമം കോസ്റ്റ് ആണ്. മിനിമം കോസ്റ്റാണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 6 സ്ട്രൈക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകരുത്, ഞാൻ എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. ഓക്കെ, അപ്പം നമ്മൾ മിനിമം കോസ്റ്റ് കണ്ടു. മിനിമം കോസ്റ്റ് നമുക്ക് കോസ്റ്റ് ഫംഗ്ഷൻ ക്വസ്റ്റ്യൻ തന്നിരുന്നത് 4x² - 80x + 500 എന്നാണ്. നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? എക്സ് 10 ആകുമ്പോഴാണ് കോസ്റ്റ് മിനിമം എന്ന് കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് മിനിമം കോസ്റ്റ് കാണാൻ ഈ ഫംഗ്ഷനിൽ കോസ്റ്റ് ഫംഗ്ഷനിൽ എക്സിന്റെ 10 എന്നുള്ള വില കൊടുക്കുക. അപ്പോൾ 4x² എന്ന് പറയുമ്പോൾ 4 × 10² വരും. -80x എന്ന് പറയുമ്പോൾ -80 × 10 വരും. ഇതങ്ങനെ തന്നെ 500. അപ്പോൾ 4 × 100 400 വരും. 80 × 10 - 800 വരും. ഇത് +500 വരും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ +900 -800 വരിക. അപ്പം മിനിമം കോസ്റ്റ് 100 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് മിനിമം കോസ്റ്റിന്റെ വാല്യൂ കൂടെ നമ്മൾ കണ്ടുപിടിച്ചു. കോസ്റ്റ് മിനിമത്തിലാകുന്നത് ഔട്ട്പുട്ട് 10 യൂണിറ്റ് ആയിരിക്കുമ്പോഴാണെന്ന് പറഞ്ഞു. ആ മിനിമം കോസ്റ്റ് എത്ര ആയിരിക്കും എന്നുള്ളത് കണ്ടുപിടിച്ചു. സെക്കൻഡ് പ്രോബ്ലം ഈസ് ഓൾസോ ഓവർ. സോ ലെറ്റ്സ് കം ടു വൺ മോർ പ്രോബ്ലം. നമുക്ക് ഒരു പ്രോബ്ലം കൂടെ നോക്കാം. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ വായിക്കാം. കോസ്റ്റ് ഫംഗ്ഷൻ സി ഈസ് ഈക്വൽ ടു 100 + 0.015 x² ആൻഡ് റവന്യൂ ഫംഗ്ഷൻ ഈസ് ഗിവൺ ആസ് r ഈസ് ഈക്വൽ ടു 3x. ഫൈൻഡ് ദി ഔട്ട്പുട്ട് വോള്യം ദാറ്റ് മാക്സിമൈസ് പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, റവന്യൂ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന മാക്സിമം പ്രോഫിറ്റ് എപ്പോൾ വരും, ഔട്ട്പുട്ട് എത്ര ആയിരിക്കുമ്പോൾ വരും എന്നാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ഫംഗ്ഷൻ നേരിട്ട് തന്നിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ 2 പ്രോബ്ലത്തിൽ നമുക്ക് എന്താണ് മാക്സിമം റവന്യൂ കാണാനായിട്ട് റവന്യൂ ഫംഗ്ഷൻ തന്നിരുന്നു, മിനിമം കോസ്റ്റ് കാണാൻ കോസ്റ്റ് ഫംഗ്ഷൻ തന്നിരുന്നു. പക്ഷേ ഇവിടെ മാക്സിമം പ്രോഫിറ്റ് കാണാനായിട്ട് നമുക്ക് പ്രോഫിറ്റ് ഫംഗ്ഷൻ തന്നിട്ടില്ല. അപ്പം നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. പക്ഷേ പ്രോഫിറ്റിന് വേണ്ട 2 കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. റവന്യൂവും തന്നിട്ടുണ്ട്, കോസ്റ്റും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് എഴുതുന്നു? വിനോ, നമുക്കറിയാവുന്ന കാര്യം എഴുതുന്നു. ദറ്റ് ഇസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ മൈനസ് കോസ്റ്റ്. നമുക്കറിയാം റവന്യൂവും കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് എടുത്ത് എഴുതി. ഇനി നമ്മളത് കണ്ടുപിടിക്കും. 6 ഇവിടെ ക്വസ്റ്റിന് 3x തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആരെ കുറയ്ക്കുന്നു? മൈനസ് കോസ്റ്റ് എടുക്കുന്നു. കോസ്റ്റ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 100 + 0.015 x² ആണ്. അപ്പോൾ നമ്മൾ പൈ കണ്ടുപിടിച്ചു. പൈ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 3x മൈനസ് 2 ടേമിനെ കുറയ്ക്കണം 100 + 0.015 x². നമ്മൾ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ 2 ടേമിന് -9 വരും. 3x - 100 - 0.015 x². അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ഫംഗ്ഷൻ. ഇനി ഇതിനെ നമ്മൾ നേരത്തെ പോലെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവും സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവും കാണണം മാക്സിമം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ dπ/dx കാണുന്നു. dπ/dx കാണുമ്പോൾ ഇവിടെ 3 ടേം ഉണ്ട്. 3 ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 3x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3 × കോൺസ്റ്റന്റ് ഇൻറ്റു വേരിയബിൾ ടേമിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 3 × dx/dx വരും. അത് 1 ആയിട്ട് പോയി. 3 × 1 3 വന്നു. മൈനസ് സൈൻ 100 കഴിഞ്ഞിട്ട് 100ൽ നമുക്ക് കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് റേറ്റ് ഓഫ് ചേഞ്ച് ഇല്ല. റേറ്റ് ഓഫ് ചേഞ്ച് 0 ആയിട്ട് ആ ടേം ഇവിടെ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരത്തില്ല. വീണ്ടും അടുത്ത ടേമിലേക്ക് വന്നു. -0.015 x² ആണ് തന്നിരിക്കുക. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം കോൺസ്റ്റന്റ് ടേം എന്ന് പറയുമ്പോൾ 0.015 ഇൻറ്റു വേരിയബിൾ ടേമിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ x² ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ x⁻n ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2 × x⁻n ചെയ്യുമ്പോൾ n × x⁻n - 1 x² ചെയ്യുമ്പോൾ 2 × x⁻2 - 1. അതിവിടെ നമ്മൾ ഒരു ഫ്രാക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. 0.015 ഇൻറ്റു 2 × x⁻2 - 1 എന്ന് പറയുമ്പോൾ 3 മൈനസ് ഇത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? നമുക്ക് 0.03 വരും. 0.03 ഇൻറ്റു x⁻1 അതാണ് -0.03x വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 3 - 0.03x. ഇനി നമ്മൾ ഇതിൽ നിന്ന് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണുന്നു. അതായത് ഈ തന്നിരിക്കുന്ന dπ/dx അല്ലെങ്കിൽ f'(x) വീണ്ടും നമ്മൾ x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. 2 ടേം ഉണ്ട്. 2നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേമിൽ കോൺസ്റ്റന്റ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഇല്ല. ആ ടേം 0 ആയിട്ട് പോയി. അടുത്ത ടേമിനെ നമ്മൾ ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ചെയ്യണം. കോൺസ്റ്റന്റ് -0.03 ആണ് ഇൻറ്റു
വേരിയബിൾ ചെയ്യുമ്പോൾ ഡി എക്സ് ബൈ ഡി എക്സ് വരും, അത് 1 ആയിട്ട് പോയി. അപ്പോൾ -0.03 ഇൻറ്റു വരുമ്പോൾ നമുക്ക് വാല്യൂ എന്ത് വരും, ഡി സ്ക്വയർ പൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -0.03, അത് ലെസ് ദാൻ 0 അല്ലെങ്കിൽ നെഗറ്റീവ് ആണ്. അപ്പോൾ നേരത്തെ കേസുകളിൽ കിട്ടിയ പോലെ ഇവിടെ എക്സിന്റെ വില കൊടുക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണുമ്പോൾ നമുക്കത് ഓൾറെഡി എന്തായിട്ടാണ് വന്നിരിക്കുക, നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുക. പ്രോഫിറ്റ് ഫംഗ്ഷന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് നെഗറ്റീവായിട്ട് വന്നു എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് മാക്സിമത്തിലാണെന്ന് നമുക്ക് കമന്റ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ പറയുന്നു സോ പ്രോഫിറ്റ് ഈസ് അറ്റ് മാക്സിമം വെൻ 3 - 0.03x ദാറ്റ് ഈസ് ഡി സ്ക്വയർ പൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 0. ഡി സ്ക്വയർ പൈ ബൈ ഡി എക്സ് 0 വരുമ്പോൾ അതായത് 3 - 0.03x 0 ആയിട്ട് വരുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ എവിടെ വരുന്നുണ്ട്, ഓൾറെഡി മാക്സിമത്തിൽ വന്നിട്ടുണ്ട്. കാരണം സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് നമുക്ക് ലെസ് ദാൻ 0 അല്ലെങ്കിൽ മിനിമം ആണ് വന്നിരിക്കുക. അപ്പോൾ നമ്മൾ ആ വില കാണുന്ന എക്സിന്റെ 3 - 0.03x ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എക്സ് മാത്രം എടുക്കണേ -0.03x ഈസ് ഈക്വൽ ടു ഈ +3 അപ്പുറത്ത് പോകുമ്പോൾ -3 ആകും. നേരത്തെ പറയുന്ന പോലെ രണ്ടിടത്തും മൈനസ് വന്നപ്പോൾ മൈനസ് സൈൻ കളയാം, അല്ലെങ്കിൽ എക്സ് എടുക്കുമ്പോൾ മേളിലും താഴെ ഒരു മൈനസ് സൈൻ വരും, ഏതായാലും ഇത് പോസിറ്റീവ് ആകും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 3/0.03 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 100 എന്നാണ്. നമ്മൾ കമന്റ് ചെയ്തു ദാറ്റ് ഈസ് പ്രോഫിറ്റ് ഈസ് മാക്സിമം ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എക്സ് ആണ്, എക്സ് ഈസ് ഈക്വൽ ടു 100 യൂണിറ്റ്സ്. അപ്പോൾ അതായത് ഔട്ട്പുട്ട് 100 യൂണിറ്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് മാക്സിമത്തിൽ എത്തി എന്ന് പറയുന്നു. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മാക്സിമം പ്രോഫിറ്റ് കൂടെ കാണുന്നു. ഓക്കെ, പ്രോഫിറ്റ് ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചതാണ്, അതിവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്നു. എന്താണ് 3x - 100 - 0.015x² ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു എക്സ് 100 ആയിരിക്കുമ്പോൾ പ്രോഫിറ്റ് മാക്സിമത്തിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ മാക്സിമം പ്രോഫിറ്റും കൂടെ കണ്ടു. ഇവിടെ പ്രോഫിറ്റ് ഫംഗ്ഷൻ എടുത്തെഴുതി, അവിടെ എല്ലാം എക്സിന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന 100 എന്നുള്ള വാല്യൂ കൊടുക്കും. അപ്പോൾ ആദ്യത്തെ ടൈം 3x എന്ന് പറയുമ്പോൾ 3 × 100 വരും, -100 അങ്ങനെ തന്നെ ഇറക്കി എഴുതി. ലാസ്റ്റ് -0.015 ഇൻറ്റു x² എന്ന് പറയുന്നിടത്ത് 100² വരും. 3 × 100 300 വന്നു, ഈ -100 അങ്ങനെ തന്നെ. പിന്നെ ഇവിടെ ചെയ്യുമ്പോൾ -0.015 ഇൻറ്റു 100² എന്ന് പറയുമ്പോൾ 10,000 വരും. ഓക്കെ, അപ്പോൾ 300 - 100 -0.015 നമ്മൾ 10,000 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് -150 കിട്ടും. അപ്പോൾ ഇവിടെ 2 നെഗറ്റീവ് ടേം, ഒരു പോസിറ്റീവ് ടേം അങ്ങനെ എടുത്ത് എഴുതി. 300 നെഗറ്റീവ് ടേം രണ്ടും കൂടെ എടുക്കുമ്പോൾ നമുക്ക് -250 വന്നു. അപ്പോൾ 300 - 250 ചെയ്തപ്പോൾ നമുക്ക് ആൻസർ 50 കിട്ടി. അപ്പോൾ നമ്മൾ മാക്സിമം പ്രോഫിറ്റും കണ്ടു. പ്രോഫിറ്റ് മാക്സിമത്തിലാകുന്നത് എക്സ് 100 യൂണിറ്റ് ആയിരിക്കുമ്പോഴാണെന്ന് പറഞ്ഞു. ഇനി ആ മാക്സിമം പ്രോഫിറ്റ് എത്ര ആണെന്ന് കണ്ടുവച്ചു, അത് 50 വരിക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇതുകൊണ്ട് നിർത്താം. ഓക്കെ ദെൻ, താങ്ക് യു.